Welcome to Focus Area class. Yes, Block Elements. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ ഫോക്കസ് ഏരിയ പരിചയപ്പെടാം. എസ് ബ്ലോക്ക് എലമെൻസിൽ രണ്ട് ഗ്രൂപ്പുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് ഗ്രൂപ്പ്, അതായത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇതിലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് 3 ഫോക്കസ് ഏരിയ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഫോക്കസ് ഏരിയയാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപാടെണ്ണം ഉണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളത് ഒരു കെമിക്കൽ പ്രോപ്പർട്ടി മാത്രമാണ്, അതായത് സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. ആൽക്കലി മെറ്റൽസ് അമോണിയ എന്ന് പറയുന്ന ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും. ആ സമയത്തെ കെമിക്കൽ റിയാക്ഷൻ എന്താണ്? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. ഫസ്റ്റ് ഗ്രൂപ്പിലെ ഒന്നാമത്തെ മെമ്പറാണ് ലിഥിയം. ലിഥിയം ആ ഗ്രൂപ്പിലെ മറ്റുള്ള എലമെൻസിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കും. ഇതിനെയാണ് അനോമലസ് ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. അപ്പം ലിഥിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇതാണ് രണ്ടാമത്തെ ഫോക്കസ് ഏരിയ. അടുത്തത് ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ് ആണ്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് സോഡിയം. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. സോഡിയത്തിൻ്റെ 2 പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളാണ്. ഒന്ന് വാഷിംഗ് സോഡ, മറ്റൊന്ന് ബേക്കിംഗ് സോഡ. ഇവരെക്കുറിച്ചാണ് മൂന്നാമത്തെ ഫോക്കസ് ഏരിയ പറയുന്നത്. നാലാമത്തത് സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്നാണ് ഫോക്കസ് ഏരിയ, അതായത് സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം. സെക്കൻഡ് ഗ്രൂപ്പിലാണ് കാൽഷ്യം. ഏതൊക്കെയാണ് മെമ്പേഴ്സ്? ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇതൊക്കെയാണ് സെക്കൻഡ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ്. ഇതിലെ കാൽഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇതാണ് നാലാമത്തെ ഫോക്കസ് ഏരിയ. അപ്പോൾ ഫോക്കസ് ഏരിയ നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. 2, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. 3, ഏതാണ്? സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം. ഏതൊക്കെയാണുള്ളത്? വാഷിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് സോഡ. അടുത്തത് സെക്കൻഡ് ഗ്രൂപ്പിലെ ഫോക്കസ് ഏരിയയാണ് സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആൽക്കലി മെറ്റൽസും അമോണിയ ദ്രാവകവും, അതായത് ലിക്വിഡ് അമോണിയ, ഇവർ തമ്മിൽ പ്രവർത്തിക്കും. അതിൻ്റെ കെമിസ്ട്രി എന്താണ്? നമുക്ക് പരിശോധിക്കാം. ആൽക്കലി മെറ്റൽസ് dissolve in ammonia and the solution becomes deep blue in color. What is the reason for it? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. ആൽക്കലി മെറ്റൽസ് give deep blue coloration when dissolve in liquid ammonia. Why? ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ, അലിയുമ്പോൾ ആൽക്കലി മെറ്റൽസ് ബ്ലൂ കളർ തരും. അതായത് ആ സൊല്യൂഷൻ്റെ നിറം ഡീപ് ബ്ലൂ ആയിട്ട് മാറും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻസർ എന്താ നോക്കൂ. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ആൽക്കലി മെറ്റൽസ് ഗീവ് deep blue color with liquid ammonia.
ഗീവ് റീസൺ എന്ന് ചോദിച്ചാൽ ഒറ്റ വരിയിൽ നമുക്ക് എഴുതാം, ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ഇതാ നോക്കൂ, ഇതാണ് നമ്മുടെ ലിക്വിഡ് അമോണിയ. ഇത് കളർലെസ് ആണ്, പ്രത്യേകിച്ച് നിറമൊന്നുമില്ല. ഇത് ആൽക്കലി മെറ്റലാണ്. വേണമെങ്കിൽ സോഡിയം എന്ന് കരുതിക്കോളൂ. സോഡിയം, ഈ സോഡിയം ലിക്വിഡ് അമോണിയയിൽ ഇട്ടാൽ അല്ലേ, അത് ഡിസോൾവ് ചെയ്യും, അതായത് അലിഞ്ഞു പോകും. ഈ സമയത്ത് ഈ സൊല്യൂഷൻ്റെ നിറം ഡീപ്പ് ബ്ലൂ ആയിട്ട് മാറും. അതിൻ്റെ കാരണം എന്താണ്? കാരണം നമ്മൾ പറഞ്ഞു അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഉണ്ടാവുകയാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സോഡിയം. സോഡിയത്തിന് പകരം എം എന്നാണ് എഴുതിയിട്ടുള്ളത്. എം ജനറലായിട്ട് എഴുതിയതാണ് എം, അതായത് ആൽക്കലി മെറ്റൽ. NH3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമോണിയ. അതിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട് X+Y. X+Y എണ്ണം അമോണിയ ഉണ്ട്. ഇനി എന്താണ് സംഭവിക്കുക? എം എന്ന് പറയുന്ന മെറ്റൽ ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് വിടും അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ വാലൻസി ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ദേ ക്യാൻ റിമൂവ് വൺ വാലൻസ് ഇലക്ട്രോൺ. അപ്പൊ നോക്കൂ, എം എന്നുള്ളതിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോയാൽ ചാർജ് എന്തായിട്ട് മാറും? M+. ഇനി ഈ M+ എന്നുള്ളതിൻ്റെ ചുറ്റും അമോണിയ മോളിക്യൂൾസ് വന്ന് പൊതിയും, അതായത് സോൾവേഷൻ എന്ന് പറയും. അപ്പോൾ M+ എന്ന് പറയുന്ന മെറ്റൽ അയോണിൻ്റെ ചുറ്റും അമോണിയ മോളിക്യൂൾസ് വന്ന് നിൽക്കും. ഇതിനെ നമ്മൾ സോൾവേഷൻ എന്നാണ് വിളിക്കുക. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. എം എന്നുള്ളതിൻ്റെ ചുറ്റും എക്സ് അമോണിയ വന്നു. എക്സ് അമോണിയ ചാർജ് എത്രയാണ്? പ്ലസ് അല്ലേ? മൊത്തത്തിലുള്ള ചാർജ് പ്ലസ് ആണ്. അതുകൊണ്ടാണ് ഈ ബ്രാക്കറ്റിൻ്റെ മേലെ കാണിച്ചിട്ടുള്ളത്. ഇനി ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നുണ്ട്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ് നമുക്കറിയാം. ഇലക്ട്രോണിൻ്റെ ചുറ്റും അമോണിയ വന്ന് നിൽക്കുന്നുണ്ട്. എത്ര അമോണിയ? Y അമോണിയ. അമോണിയയുടെ എണ്ണം Y ആണ്. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ഉത്തരവാദി? നിറത്തിൻ്റെ ഉത്തരവാദി. അപ്പോൾ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഇതാണ് നിറത്തിൻ്റെ ഉത്തരവാദി. അപ്പോൾ മെറ്റലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ ചുറ്റും അമോണിയ വന്ന് നിൽക്കും, അതായത് സോൾവേഷൻ നടക്കും. ഈ സോൾവേറ്റഡ് ഇലക്ട്രോൺ ആണ് നിറത്തിൻ്റെ ഉത്തരവാദി. അതിനെയാണ് നമ്മൾ അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പം സോഡിയം ലിക്വിഡ് അമോണിയയിൽ ഇട്ടാൽ നീല നിറം കിട്ടുന്നു, ബ്ലൂ കളർ കിട്ടുന്നു. കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. എം എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ലിഥിയമോ സോഡിയമോ പൊട്ടാസ്യം ഒക്കെ എഴുതാം. ജനറൽ ആയിട്ടാണ് എം എന്ന് കാണിച്ചിരിക്കുന്നത്, മെറ്റൽ. അപ്പോൾ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ് നിറത്തിൻ്റെ ഉത്തരവാദി. ഒന്നും കൂടെ വിശദമാക്കിയിട്ടുണ്ട്. റീസൺ ഫോർ ബ്ലൂ കളർ: ദ അമോണിയേറ്റഡ് ഇലക്ട്രോൺ അബ്സോർബ്സ് എനർജി ഇൻ ദ വിസിബിൾ റീജിയൻ ഓഫ് ലൈറ്റ്. അതുകൊണ്ടാണ് നിറം കാണിക്കുന്നത്. വിസിബിൾ റീജിയനിലെ എനർജി വലിച്ചെടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഈ നിറം കാണിക്കുന്നത്. പിന്നെ വലിച്ചെടുക്കുന്ന കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളറാണ് പുറത്തേക്ക് വിടുന്നത്. ഇതൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ പറയാം. എന്തായാലും അമോണിയേറ്റഡ് ഇലക്ട്രോൺ വിസിബിൾ റീജിയനിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് ബ്ലൂ കളർ കിട്ടുന്നത്. ഏറ്റവും ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അടുത്തൊരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടിയ സൊല്യൂഷൻ പാരാമാഗ്നറ്റിക് ആണ് അല്ലേ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ദ സൊല്യൂഷൻ ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഇനി കുറച്ച് സമയം വെച്ചിരുന്നാൽ ഇത് അമൈഡായിട്ട് മാറും. അമൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും, ഹൈഡ്രജൻ പുറത്തേക്ക് വിടും. എന്നിട്ട് അമൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. ആ പോയിന്റ് കൂടെ പറ്റുമെങ്കിലും നോക്കാം. M+ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, അമോണിയ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ MnH2 ഇത് അമൈഡാണ്. അമൈഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റായിട്ട് മാറും. പിന്നെ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. ഇതൊരു അല്ലേ കുറച്ച് കൂടുതൽ പറഞ്ഞെന്ന് മാത്രം. ഈ പോയിന്റ് നിർബന്ധമില്ല, പറ്റുമെങ്കിൽ നോക്കും. അപ്പോൾ സൊല്യൂഷൻ പാരാമാഗ്നറ്റിക് ആണ്. ഇത് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. എന്നിട്ട് അമൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കും. ഈ ബ്രാക്കറ്റിൽ AM എന്ന് കാണിച്ചിരിക്കുന്നത് അമോണിയ എന്ന് കാണിക്കാനാണ്. അമോണിയ എന്ന് കാണിക്കാനാണ്. ഓക്കെ, ഇപ്പോൾ വെള്ളമാണെങ്കിൽ നമ്മൾ AQ എന്ന് കാണിക്കും. അമോണിയ എന്ന് കാണിക്കാനാണ് AM എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കെമിക്കൽ പ്രോപ്പർട്ടി നമ്മൾ ചർച്ച ചെയ്തു. ആൽക്കലി മെറ്റൽസ് അമോണിയ ദ്രാവകവുമായി പ്രവർത്തിച്ച് നീല നിറം തരും. ഇതിൻ്റെ കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോണാണ്. മെറ്റലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിന് സോൾവേഷൻ നടക്കും. അമോണിയ മോളിക്യൂൾസ് ആ ഇലക്ട്രോണിൻ്റെ ചുറ്റും നിൽക്കും.
ആ ഇലക്ട്രോണിന് വിസിബിൾ റീജിയനിലെ എനർജി അബ്സോർബ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് നീല നിറം കിട്ടുന്നത്. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞെന്ന് മാത്രം ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് റീസൺസ് ഫോർ ഫസ്റ്റ് മെമ്പർ അനോമലിറ്റി. അല്ലേ, അനോമലിറ്റി. ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെന്റിന് ചില പ്രത്യേകമായ സ്വഭാവങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെന്റിന് ചില പ്രത്യേകമായ സ്വഭാവങ്ങളുണ്ട്. അതായത് മറ്റുള്ള എലമെന്റുകളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് മെമ്പർ അനോമലിറ്റി. നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് എലമെന്റ് ഇൻ എ ഗ്രൂപ്പ് ഡിഫേഴ്സ്, അല്ലെ, വ്യത്യാസപ്പെടുന്നു, ഇൻ പ്രോപ്പർട്ടീസ്, ആരുമായിട്ട്, വിത്ത് അതർ എലമെന്റ്സ് ഓഫ് ദി ഗ്രൂപ്പ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് മെമ്പർ അനോമലിറ്റി. ഇനി അതിൻ്റെ കാരണങ്ങൾ നമുക്ക് താഴെ എഴുതിയിട്ടുണ്ട്. റീസൺസ്. ഫസ്റ്റ് മെമ്പർ അനോമലിറ്റിക്ക് എന്തൊക്കെ കാരണങ്ങൾ? 4 കാരണങ്ങളാണ്. ഒന്ന്, സ്മോൾ സൈസ്. ഫസ്റ്റ് മെമ്പറിൻ്റെ സൈസ് കുറവാണ്, സ്മോൾ സൈസാണ്. രണ്ടാമത്തെ കാരണം ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. മൂന്നാമത്തെ കാരണം സെക്കൻഡ് പീരീഡിലാണ് ഈ ഫസ്റ്റ് മെമ്പർ വരിക, അതായത് ആബ്സെൻസ് ഓഫ് ഡീസെപ്ഷൻ. സെക്കൻഡ് പീരീഡിൽ ഡീസെപ്ഷൻ വരില്ല. അപ്പോൾ ആബ്സെൻസ് ഓഫ് ഡീസെപ്ഷൻ ഇല്ല. ഫസ്റ്റ് മെമ്പർക്ക് മാത്രം ഡീസെപ്ഷൻ ഇല്ല, ബാക്കി താഴെയുള്ള മെമ്പേഴ്സിന് ഡീസെപ്ഷൻ ഉണ്ട്. മറ്റൊന്ന് ഹൈ പോളറൈസിങ് പവർ. പോളറൈസിങ് പവർ എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡഡ് ബൈ സൈസ്. അതിനെയാണ് പോളറൈസിങ് പവർ എന്ന് പറയാറുള്ളത്. ചാർജ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം, ചാർജ് ഡിവൈഡഡ് ബൈ സൈസ്. സൈസ് കുറവായിരിക്കും, അതുകൊണ്ട് പോളറൈസിങ് പവർ കൂടും. വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ നോക്കാം. ഇപ്പോൾ ഈ 4 കാരണങ്ങൾ പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് മെമ്പർ അനോമലിറ്റിക്ക് 4 കാരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സ്മോൾ സൈസ്, മറ്റൊന്ന് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി, മറ്റൊന്ന് ആബ്സെൻസ് ഓഫ് ഡീസെപ്ഷൻ, മറ്റൊന്ന് ഹൈ പോളറൈസിങ് പവർ. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗീവ് റീസൺ ഫോർ ഡയഗണൽ റിലേഷൻഷിപ്പ്. ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ തൊട്ടടുത്ത ഗ്രൂപ്പിലെ, അതായത് അഡ്ജേസന്റ് ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെന്റുമായിട്ട് സിമിലാരിറ്റി കാണിക്കും. ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ മെമ്പർ, ഉദാഹരണത്തിന് ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയം, തൊട്ടടുത്ത ഗ്രൂപ്പ്, അല്ലേ, തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ മെമ്പർ, തൊട്ടടുത്ത ഗ്രൂപ്പ് പറയുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ്, അല്ലേ, ബെർലിയം, മഗ്നീഷ്യം, രണ്ടാമത്തെ മെമ്പർ ആരാ? മഗ്നീഷ്യം. മഗ്നീഷ്യവുമായിട്ട് സാദൃശ്യം കാണിക്കും. അപ്പോൾ ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ മെമ്പർ തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ എലമെന്റുമായിട്ട് ഗുണങ്ങളിൽ സിമിലാരിറ്റി കാണിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ദ ഫസ്റ്റ് എലമെന്റ് ഇൻ എ ഗ്രൂപ്പ് റിസംബിൾസ് മീൻസ് ഷോസ് സിമിലാരിറ്റീസ്, സാദൃശ്യം കാണിക്കും. ഇൻ പ്രോപ്പർട്ടീസ്, ഗുണങ്ങളിൽ ആരുമായിട്ട്? വിത്ത് സെക്കൻഡ് എലമെന്റ് ഓഫ് ദി അഡ്ജേസന്റ് ഗ്രൂപ്പ്. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ സമീപത്തുള്ള. ദിസ് ഈസ് നോൺ ആസ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇതിനെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയവും സെക്കൻഡ് ഗ്രൂപ്പിലെ രണ്ടാമത്തെ എലമെന്റുമായ മഗ്നീഷ്യം, അവർ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ഇനി അതുപോലെ വേറെയും പറയാം. സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പറാണ് ബെർലിയം. തൊട്ടടുത്ത ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 13ാം ഗ്രൂപ്പ് എടുക്കണം, ശ്രദ്ധിക്കണം. 13ാം ഗ്രൂപ്പാണ്, 3ാം ഗ്രൂപ്പ് അല്ല, 13ാം ഗ്രൂപ്പാണ്. ഡി ബ്ലോക്ക് എലമെന്റ് നോക്കരുത്. അപ്പോൾ ബെർലിയവും ആരുമായിട്ടാണ് സിമിലാരിറ്റി? 13ാം ഗ്രൂപ്പിലെ രണ്ടാമത്തെ മെമ്പർ ആരാണ്? അലുമിനിയം. അപ്പം ഡയഗണൽ എലമെന്റ്സ് തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ഇതിനെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിൾ നിങ്ങൾ നോക്കണം. അധികം ഇവിടെ കാണിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ്. ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പറും തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ മെമ്പർ എലമെന്റും തമ്മിൽ ഗുണങ്ങളിൽ, പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് ലിഥിയത്തിൻ്റെ അനോമലസ് ബിഹേവിയർ പരിചയപ്പെടാം. കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടെ പരിചയപ്പെടാം. ഏതാണ്? മഗ്നീഷ്യവുമായിട്ടുള്ള സിമിലാരിറ്റിയും കൂടെ പരിചയപ്പെടാം. ഇപ്പം 2 ചോദ്യങ്ങൾ ഒന്നിച്ച് ഞാൻ അവതരിപ്പിക്കുകയാണ്, നോക്കിക്കോളൂ. ലിഥിയത്തിൻ്റെ പ്രത്യേകതകൾ, അല്ലേ, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഈ എലമെന്റുകൾക്ക് ഇല്ലാത്ത ചില പ്രത്യേകതകൾ ലിഥിയത്തിനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കൂടാതെ മഗ്നീഷ്യവുമായിട്ടുള്ള സാദൃശ്യവും നോക്കാം. ഓക്കെ,
ആദ്യത്തെ പോയിന്റ് ഇക്വേഷൻ ഒന്നും എഴുതുന്നില്ല, ആ പോയിന്റ് മാത്രമേ എഴുതുന്നുള്ളൂ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായി എടുക്കുന്ന ക്ലാസ്സാണ്. ഓക്കെ, ലിഥിയം മോണോക്സൈഡ് മാത്രമേ ഉണ്ടാക്കൂ. ഓക്സിജനുമായി ചേരുമ്പോൾ മോണോക്സൈഡ് മാത്രമേ ഉണ്ടാക്കൂ. മറിച്ച് ആ ഗ്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സ് പെറോക്സൈഡും സൂപ്പർ ഓക്സൈഡും ഒക്കെ ഉണ്ടാക്കും. ഇപ്പം സോഡിയം പെറോക്സൈഡ് ഉണ്ടാക്കാൻ കഴിവുണ്ട്, പൊട്ടാസ്യത്തിന് സൂപ്പർ ഓക്സൈഡ് ഉണ്ടാക്കാൻ കഴിവുണ്ട്. ലിഥിയം മോണോക്സൈഡ് മാത്രമേ ഉണ്ടാക്കൂ, അല്ലേ? ഇപ്പം ലിഥിയം ഫോംസ് ഓൺലി മോണോക്സൈഡ് വിത്ത് ഓക്സിജൻ, ബട്ട് അതർ മെമ്പേഴ്സ്, അതായത് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫസ്റ്റ് ഗ്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സ്, അല്ലേ, ദേ ക്യാൻ ഫോം പെറോക്സൈഡ്സ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്സ്. ഇനി മഗ്നീഷ്യവുമായിട്ടുള്ള സാദൃശ്യം എന്താണ്? ലിഥിയം മോണോക്സൈഡ് മാത്രമേ ഉണ്ടാക്കൂ, മഗ്നീഷ്യവും മോണോക്സൈഡ് മാത്രമേ ഉണ്ടാക്കൂ. അപ്പം മഗ്നീഷ്യം ഓൾസോ ഫോംസ് മോണോക്സൈഡ്. അപ്പോൾ ഡയഗണൽ റിലേഷൻഷിപ്പ് ഈ ചുവന്ന കളറിൽ എഴുതിയിട്ടുണ്ട്, നോക്കണം. ലിഥിയത്തിൻ്റെ അബ്നോർമൽ ബിഹേവിയർ ആണ് ആദ്യം എഴുതിയിട്ടുള്ളത്. മഗ്നീഷ്യവുമായിട്ടുള്ള സാദൃശ്യം റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരെണ്ണമായി. അടുത്ത പ്രത്യേകത, ലിഥിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ വീക്ക് ബേസ്. ലിഥിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസ് ആണ്. മറിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ സ്ട്രോങ് ബേസ് ആണ്. അപ്പം അതൊരു പ്രത്യേകതയാണ്. അപ്പം ലിഥിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ വീക്ക് ബേസ് കമ്പയർഡ് ടു ദ ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ദി അതർ മെമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് വീക്കാണ്, മറ്റുള്ള മെമ്പേഴ്സിൻ്റെ ഹൈഡ്രോക്സൈഡ് എന്താണ്? സ്ട്രോങ് ആണ്. അപ്പോൾ ലിഥിയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ലിഥിയം ഹൈഡ്രോക്സൈഡിനെ പോലെ തന്നെയാണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അത് വീക്ക് ബേസ് ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള സിമിലാരിറ്റി, അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അപ്പം ഡയഗണൽ റിലേഷൻഷിപ്പാണ് ഈ ചുവന്ന കളറിൽ എഴുതിയിട്ടുള്ളത്, അത് പ്രത്യേകം നോക്കണം. ഇനി അടുത്ത പ്രത്യേകത, ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയം ഹാർഡ് മെറ്റലാണ്, ബാക്കി എല്ലാവരും സോഫ്റ്റ് ആണ്. സോഡിയവും പൊട്ടാസ്യവും ഒക്കെ നമുക്ക് ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുക്കാം, സോപ്പ് മുറിച്ചെടുക്കുന്ന പോലെ ഒരു ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുക്കാം. ലിഥിയം ഹാർഡാണ്, ബാക്കിയുള്ള മെറ്റൽസ് സോഫ്റ്റ് ആണ്. അപ്പോൾ ലിഥിയം ഈസ് എ ഹാർഡ് മെറ്റൽ കമ്പയർഡ് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. ഇനി ലിഥിയത്തിനെ പോലെ തന്നെയാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം ഓൾസോ ഈസ് എ ഹാർഡ് മെറ്റൽ, അത് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇനി അടുത്ത പ്രത്യേകത, ലിഥിയം റിയാക്ട്സ് വിത്ത് കാർബൺ ഫോമിങ് അയോണിക് കാർബൈഡ്. ലിഥിയവും കാർബണും തമ്മിൽ പ്രവർത്തിച്ച അയോണിക് കാർബൈഡ് ഉണ്ടാകും, മറിച്ച് മറ്റുള്ളവരൊന്നും അത് ചെയ്യില്ല. വേറാസ് അതർ മെമ്പേഴ്സ് ഡു നോട്ട്. മഗ്നീഷ്യം ലിഥിയത്തിൻ്റെ പോലെയാണ്. മഗ്നീഷ്യം ഓൾസോ ഫോംസ് അയോണിക് കാർബൈഡ്. മഗ്നീഷ്യം കാർബണുമായി പ്രവർത്തിച്ച് അയോണിക് കാർബൈഡ് ഉണ്ടാക്കും, അതൊരു പ്രത്യേകതയാണ്. അടുത്ത പോയിന്റ്, ലിഥിയം ക്ലോറൈഡ് ഡെലിക്വസൻ്റ് ആണ്. ലിഥിയം ക്ലോറൈഡ് ഡെലിക്വസൻ്റ് ആണ്, മറിച്ച് മറ്റുള്ള മെമ്പേഴ്സിൻ്റെ ക്ലോറൈഡുകൾ ഡെലിക്വസൻ്റ് അല്ല. വേണമെങ്കിൽ അതുകൂടെ എഴുതാം, അതും കൂടെ നമുക്ക് എഴുതാം. ക്ലോറൈഡ്സ് of other members, chlorides of other members are not deliquescent. അപ്പോൾ ലിഥിയം ക്ലോറൈഡ് മാത്രമേ ഡെലിക്വസൻ്റ് ആയിട്ടുള്ളൂ. എന്താ ഈ ഡെലിക്വസൻ്റ് എന്ന് പറഞ്ഞാൽ? ലിഥിയം ക്ലോറൈഡിന് വായുവിലെ വെള്ളം വലിച്ചെടുക്കാൻ കഴിയും, എന്നിട്ടത് ലിക്വിഡായിട്ട് മാറും, വായുവിലെ വെള്ളത്തിൽ സ്വയം ലയിക്കും. അപ്പോൾ ഒരു പാത്രത്തിൽ ലിഥിയം ക്ലോറൈഡ് വെച്ചാൽ അല്പസമയം കഴിഞ്ഞാൽ അത് ലിക്വിഡ് പോലെയായിട്ട് മാറും. കാരണം ലിഥിയം ക്ലോറൈഡ് അബ്സോർബ് വാട്ടർ വേപ്പർ ഫ്രം എയർ ആൻഡ് ഡിസോൾവ് ഇൻ ഇറ്റ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഡെലിക്വസൻസ്. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, അല്ലേ, സോഡിയം ക്ലോറൈഡ് കടയിൽ നിന്ന് കല്ലുപ്പ് വാങ്ങിയാൽ അത് വെള്ളമായി മാറാറില്ലേ? ഉണ്ട്. കല്ലുപ്പിൽ സോഡിയം ക്ലോറൈഡിൻ്റെ കൂടെ മഗ്നീഷ്യം ക്ലോറൈഡ് ഒക്കെ ഉണ്ട്. മഗ്നീഷ്യം ക്ലോറൈഡ് ഡെലിക്വസൻ്റ് ആണ്, അപ്പം അതുകൊണ്ടാണ് കല്ലുപ്പ് വെള്ളം വിളിക്കുന്നത്. ശുദ്ധമായ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ ഡെലിക്വസൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ലിഥിയം ക്ലോറൈഡ് ഡെലിക്വസൻ്റ് ആണ്, മറിച്ച് മറ്റുള്ള മെമ്പേഴ്സിൻ്റെ ക്ലോറൈഡ്സ് ഡെലിക്വസൻ്റ് അല്ല. മഗ്നീഷ്യം ക്ലോറൈഡും ഡെലിക്വസൻ്റ് ആണ്. ഇനി എന്താണ് ഡെലിക്വസൻസ് എന്ന് എഴുതിയിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല എങ്കിലും എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ്? Salts like magnesium chloride absorb water from air and dissolve in it. This is known as deliquescence. Okay. ഒരു പോയിന്റ് കൂടെ പറയാം. ലിഥിയം നൈട്രജനുമായി പ്രവർത്തിച്ച് നൈട്രൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കും. ലിഥിയം നൈട്രൈഡ് ഉണ്ടാവും. Whereas other members do not react with nitrogen.
ലിഥിയം മാത്രമേ നൈട്രജനുമായി പ്രവർത്തിച്ച് നൈട്രൈഡ് ഉണ്ടാക്കൂ, മറ്റുള്ളവർ ചെയ്യില്ല. ലിഥിയത്തിനെ പോലെ തന്നെയാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം ഓൾസോ ഫോംസ് നൈട്രൈഡ് വിത്ത് നൈട്രജൻ. അപ്പോൾ ലിഥിയം അല്ലേ തൊട്ട് താഴെയുള്ള മെമ്പേഴ്സുമായിട്ട് പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് കാണിക്കുന്നു. ഇതിനെയാണ് ഫസ്റ്റ് മെമ്പർ അനോമലിറ്റി എന്ന് പറയുന്നത്. ലിഥിയത്തിന് സിമിലാരിറ്റി ആരുമായിട്ടാണ്? തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ മെമ്പറായ മഗ്നീഷ്യവുമായിട്ടാണ്. ഇതിനെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. കാരണം മഗ്നീഷ്യത്തിനും ലിഥിയത്തിനും ഏകദേശം ഒരേ സൈസാണ്. അതുകൊണ്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, പ്രോപ്പർട്ടി സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കണം. ഫോക്കസ് ഏരിയയിലെ 2 എണ്ണമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ക്ലാസ്സാണ്. ഓക്കെ, ബൈ.